ഏവർക്കും നമസ്കാരം. 3-ാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ ഘോഷയാത്ര എന്ന പാഠത്തിൻ്റെ വിനിമയത്തിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങളടങ്ങിയ വീഡിയോയാണ് ഇത്. ഏവരും സശ്രദ്ധം വീക്ഷിക്കുക. പ്രഥമഃ പാഠഃ ഘോഷയാത്ര. ഡിം 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 ഡിണ്ടിമനാദം ഡിം 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 ഡിണ്ടിമനാദം ദം 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 മർദളതാളം ദം 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 മർദളതാളം ജിം 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 കാംസ്യതാളം ജിം 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 കാംസ്യതാളം മേളം ശൃണ്വന്തു സർവേ മേളം ശൃണ്വന്തു മേളം ശൃണ്വന്തു സർവേ മേളം ശൃണ്വന്തു ഡിം 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 ഡിണ്ടിമനാദം ഡിം 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 ഡിണ്ടിമനാദം ദം 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 മർദളതാളം ദം 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 മർദളതാളം ജിം 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 കാംസ്യതാളം ജിം 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 കാംസ്യതാളം മേളം ശൃണ്വന്തു സർവേ മേളം ശൃണ്വന്തു മേളം ശൃണ്വന്തു സർവേ മേളം ശൃണ്വന്തു. ഏകഃ ഢോലം നാദയതി അപരഃ വംശീം നാദയതി. ഏകഃ ഢോലം നാദയതി അപരഃ വംശീം നാദയതി. ജീവനതാളം ജാനാതി ജീവനതാളം ജാനാതി. താളം ശൃണ്വന്തു പ്രകൃതേസ്താളം ശൃണ്വന്തു താളം ശൃണ്വന്തു പ്രകൃതേസ്താളം ശൃണ്വന്തു. ഏകഃ ഢോലം നാദയതി അപരഃ വംശീം നാദയതി. ഏകഃ ഢോലം നാദയതി അപരഃ വംശീം നാദയതി. ജീവനതാളം ജാനാതി ജീവനതാളം ജാനാതി. താളം ശൃണ്വന്തു പ്രകൃതേസ്താളം ശൃണ്വന്തു താളം ശൃണ്വന്തു പ്രകൃതേസ്താളം ശൃണ്വന്തു. ഇനി നമുക്ക് കുറച്ച് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാതൃകയല്ല കാണിക്കുന്നത്. പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വാദ്യസംഗീതോപകരണാനി ഡിണ്ടിമഃ ഡിണ്ടിമഃ കാംസ്യതാലഃ കാംസ്യതാലഃ മർദളഃ 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 വേണുഃ വേണുഃ വംശീ വംശീ ഢോലഃ ഢോലഃ ഘടഃ 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 വീണാ വീണാ മിഴാവ് മിഴാവ് മൃദംഗഃ മൃദംഗഃ
ढक्का ढक्का കുഴിത്താളം കുഴിത്താളം ഉടുക്ക് ഉടുക്ക് തബലവാദ്യം തബലവാദ്യം ഗിറ്റാർ ഗിറ്റാർ കണ്ഠവീണ കണ്ഠവീണ ഇടക്കവാദ്യം ഇടക്കവാദ്യം കൊമ്പ് കൊമ്പ് തിമിലവാദ്യം തിമിലവാദ്യം തകിലവാദ്യം തകിലവാദ്യം നാദസ്വരഃ നാദസ്വരഃ കുറുങ്കുഴൽ കുറുങ്കുഴൽ ദംഭികഃ ദംഭികഃ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട വാദ്യസംഗീതോപകരണങ്ങളുടെ പേരുകൾ എടുത്തെഴുതുന്ന വിധത്തിലുള്ള ഒരു വർക്ക്ഷീറ്റാണ് ഇത്. വാദ്യസംഗീതോപകരണങ്ങളുടെ പേരുകൾ സംസ്കൃതത്തിൽ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഈ വർക്ക്ഷീറ്റ് ചെയ്യുവാൻ ശ്രമിക്കാവുന്നതാണ്. വിവിധ താളാനി വിവിധ താളങ്ങൾ. സാഗരതാളം നദീതാളം മാരുതതാളം വർഷതാളം ഹൃദയതാളം ക്രിയാപദങ്ങളും അവയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും. പഠന്തി പഠന്തി പഠിക്കുന്നു. ഖാദന്തി ഖാദന്തി ഭക്ഷണം കഴിക്കുന്നു. ധാവന്തി ധാവന്തി ഓടുന്നു. ഹസന്തി ഹസന്തി ചിരിക്കുന്നു. നൃത്യന്തി നൃത്യന്തി നൃത്തം ചെയ്യുന്നു. ആയാന്തി ആയാന്തി വരുന്നു. ഗച്ഛന്തി ഗച്ഛന്തി പോകുന്നു. ശൃണ്വന്തി ശൃണ്വന്തി കേൾക്കുന്നു. ലിഖന്തി ലിഖന്തി എഴുതുന്നു. ക്രീഡന്തി ക്രീഡന്തി കളിക്കുന്നു. ഇനി കുറച്ച് റീഡിംഗ് കാർഡുകൾ പരിചയപ്പെടാം. നമ്മൾ ഇതുവരെ പഠിച്ച ബഹുവചന രൂപത്തിലുള്ള ക്രിയാപദങ്ങൾ ചേർത്ത് എഴുതാൻ പറ്റുന്ന ചെറിയ വാചകങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ കാർഡുകളിൽ നൽകിയിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പരിശീലിക്കാവുന്നതാണ്. ബാലാഹ ഖാദന്തി ബാലാഹ ഖാദന്തി.
ബാലാഹ പഠന്തി. ബാലാഹ പഠന്തി. ബാലാഹ ധാവന്തി. ബാലാഹ ധാവന്തി. ബാലാഹ ഹസന്തി. ബാലാഹ ഹസന്തി. ബാലാഹ ഗച്ഛന്തി. ബാലാഹ ഗച്ഛന്തി. ബാലാഹ ലിഖന്തി. ബാലാഹ ലിഖന്തി. അപ്പോൾ ഈ വായനാ കാർഡുകളിൽ നൽകിയ വാക്യങ്ങളെല്ലാം നല്ലപോലെ വായിച്ച് പരിശീലിക്കുക. ഒപ്പം ക്രിയാപദങ്ങൾ എഴുതുന്നതിനുള്ള ഈ വർക്ക്ഷീറ്റും ശ്രദ്ധിക്കുക. ഈ വർക്ക്ഷീറ്റിലെ ക്രിയാപദങ്ങൾ വായിച്ച് ചിത്രങ്ങൾക്കനുസൃതമായി എഴുതാനും ശ്രമിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ വിനിമയത്തിലൂടെ നാം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരക്ഷരമാണ് ഢ. ഢ. ഢ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് ഇത്. ഒരുപാട് അക്ഷരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ആ അക്ഷരക്കൂട്ടത്തിൽ നിന്നും ഢ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരച്ച് സൂചിപ്പിക്കുക എന്നതാണ് ഈ വർക്ക്ഷീറ്റ്. ഇതും ഢ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരച്ച് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു വർക്ക്ഷീറ്റാണ്. ഇവിടെ നൽകിയിട്ടുള്ളത് വാക്കുകളുടെ ഒരു കൂട്ടമാണ്. ഈ വാക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ഢ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരച്ച് സൂചിപ്പിക്കുക എന്നതാണ് പ്രവർത്തനം. ആദർശ പ്രശ്നാഹ, മോഡൽ ക്വസ്റ്റ്യൻസ്. കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവ. സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും മറ്റു ക്വിസ് പരീക്ഷകൾക്കുമൊക്കെ ഇവ ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഢിം 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 ഇതി കസ്യ നാദഃ ഭവതി. ഢിം 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 ഇതി കസ്യ നാദഃ ഭവതി. ഢിം 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 എന്നത് എന്തിൻ്റെ ശബ്ദമാണ്? ഉത്തരം ഡിണ്ടിമസ്യ. ഡിണ്ടിമസ്യ, ചെണ്ടയുടെ. രണ്ടാമത്തെ ചോദ്യം, മർദ്ദളതാളഃ കഥം ഭവതി. മർദ്ദളതാളഃ കഥം ഭവതി. മർദ്ദളതാളം, മദ്ദളം എന്ന ഉപകരണത്തിൻ്റെ താളം എപ്രകാരമാകുന്നു? ഉത്തരം ദം ദം ദം. ദം ദം ദം. മൂന്നാമത്തെ ചോദ്യം, ജിം 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 ഇതി കസ്യ താളഃ ഭവതി. ജിം 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 ഇതി കസ്യ താളഃ ഭവതി. ജിം 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 എന്ന് എന്തിൻ്റെ താളമാണ്? ഉത്തരം കാംസ്യതാളസ്യ. കാംസ്യതാളസ്യ, ഇലത്താളത്തിൻ്റെ. നാലാമത്തെ ചോദ്യം, ബം 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 ഇതി കസ്യ താളഃ ഭവതി. ബം 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 ഇതി കസ്യ താളഃ ഭവതി. ഭം ബം ബം എന്നത് എന്തിൻ്റെ താളമാണ്? ഉത്തരം ഢോലസ്യ. ഢോലസ്യ, ഡോലിൻ്റെ. അഞ്ചാമത്തെ ചോദ്യം, സർവേ കിം ശൃണ്വന്തി. സർവേ കിം ശൃണ്വന്തി, എല്ലാവരും എന്താണ് കേൾക്കുന്നത്? ഉത്തരം മേളം. മേളം. ആറാമത്തെ ചോദ്യം, സർവേ കസ്യാഹ താളം ശൃണ്വന്തി. സർവേ കസ്യാഹ താളം ശൃണ്വന്തി, എല്ലാവരും എന്തിൻ്റെ താളമാണ് കേൾക്കുന്നത്? ഉത്തരം പ്രകൃതേഹേ. പ്രകൃതേഹേ, പ്രകൃതിയുടെ. ഘോഷയാത്ര എന്ന ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതെല്ലാം നല്ലപോലെ വായിച്ച് പഠിച്ച് വയ്ക്കുക. പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോയിലൂടെ
ഘോഷയാത്ര എന്ന 3-ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളവ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പഠന പ്രവർത്തനങ്ങളും മാതൃകകളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.